Yes. Cảm ơn. Wow. Đây. Welcome to Vietnam. ഓട്ട മത്സരമല്ല, 100 മീറ്റർ റിയൽ എക്സ്പീരിയൻസിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളാണ്. ഹണിമൂൺ വന്നിട്ട് ടണലിൽ കൂടെ നടക്കേണ്ട അവസ്ഥ. This is the nightlife of Vietnam, Ho Chi Minh City. സ്ഥലത്തേക്കൊന്നും നിങ്ങളെ ഹസ്ബൻഡ്സിന് ഒരിക്കലും പറഞ്ഞേക്കരുത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മള് പുതിയൊരു കൺട്രിയിലേക്ക്, എൻ്റെ 17ാമത്തെ രാജ്യത്തിലേക്ക് പോവാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിയറ്റ്നാമിന്റെ ഹോച്ചിമിനിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. സോ ജസ്റ്റ് കാണിച്ചത് ഇതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. സോ ഇത്തവണ നമ്മൾ സാധാരണ പോകുന്നത് പോലെ സോളോ അല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ ഇതാണെങ്കിലും അങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് ഡോളോ കപ്പിൾ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങുകയാണ്. അപ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിയറ്റ്ജെറ്റിന്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് വിയറ്റ്നാമിലേക്ക് വിസ വേണോ എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ് വിസ വേണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ കയറാം. വെരി സിമ്പിളായി കിട്ടുന്ന വിസയാണ്. നമ്മളൊരു പാസ്പോർട്ടിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക ഈ നമ്മുടെ ഇമേജ് ആക്യുറൻസി കാണിക്കുന്നത് ഓക്കെ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ റിജക്റ്റ് ആവും. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ അഡ്രസ് ചോദിക്കും. ഏതെങ്കിലും ഒരു ഹോട്ടൽ, കുറച്ച് ബുക്കിംഗ് ആണെന്നില്ല, ഹോട്ടലിന്റെ അഡ്രസ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൊടുത്തുള്ള ഡിസ്ട്രിക്ട് 1 ഒരു ഹോട്ടലായിരുന്നു ഹോച്ചിമിനിൽ. സോ ഹോച്ചിമിനിലേക്ക് വളരെ ചീപ്പായിട്ടാണ് വിയറ്റ്ജെറ്റിന്റെ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ലഗേജ് മാത്രമുള്ള ടിക്കറ്റ്സിന് ഒരു 7,000 മാത്രമാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഇൻഷാല്ല ഒരു 6 ദിവസത്തെ ട്രിപ്പാണ്. ഈ 6 ദിവസത്തിൽ നമ്മൾ ഹോച്ചിമിൻ പോകുന്നുണ്ട്, ഡനാങ് പോകുന്നുണ്ട്, ഹൊയാൻ പോകുന്നുണ്ട്. സോ എല്ലാ എപ്പിസോഡ്സും കാണാൻ നിങ്ങൾക്ക് വിയറ്റ്നാമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. വിയറ്റ്നാമിന്റെ തന്നെ വിയറ്റ്ജെറ്റ് എയർലൈൻസിലാണ് ഞങ്ങൾ പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഹോച്ചിമിനിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് ഡനാങ്ങിലേക്കും ഹൊയാനിലേക്കും ഒക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ആണ്. 1 hour ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് എല്ലാം ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട്സിന്റെ ലിസ്റ്റാണ്. ഗുഡ് മോർണിംഗ്. നമ്മള് നമ്മുടെ പുതിയൊരു രാജ്യത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വിയറ്റ്നാമിലേക്ക് എത്തി. വിയറ്റ്നാമിലെ ഹോച്ചിമിനിലുള്ള സാൻസോങ് എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 5.5 മണിക്കൂറാണ് കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഏകദേശം 5.5 മണിക്കൂർ. അവിടുന്ന് പുറപ്പെടാൻ കുറച്ച് ലേറ്റായി. എമിഗ്രേഷൻ അത്യാവശ്യം കുറച്ച് ലൈൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എമിഗ്രേഷൻ ക്ലിയർ ആയി. ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഹോട്ടൽ ബുക്കിങ്ങോ ഇൻഷുറൻസോ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ വിസ കാണിച്ചു കൊടുത്തു, ബോർഡിംഗ് പാസും പാസ്പോർട്ടും കൊടുത്തു, സ്റ്റാമ്പ് ചെയ്ത് തന്നു. 1 മന്തിലേക്കുള്ള വിസയാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ കറൻസി മാറ്റണം, സിം കാർഡ് എടുക്കണം. ഹായ്. ഒരു USDക്ക് 25,710 ആണ് ഇവരുടെ ഡോങ് വരുന്നത്. കുറച്ച് കുറവുണ്ടാവും, ഓഫ്കോഴ്സ് എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ. $150 മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇനി പുറത്തുനിന്ന് മാറ്റാം. സോ സിം കാർഡിന് നമ്മൾ ഏകദേശം $11 കൊടുത്തിട്ടുണ്ട്. ഈ സിം കാർഡിന് എയർടെല്ലിലാണ് ചൂസ് ചെയ്തത്. ഇതിൽ കുറച്ച് എമൗണ്ട് കുറവുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില സിം കാർഡിൽ ഡാറ്റ ഉണ്ടാവില്ല, ജസ്റ്റ് സിം കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അൺലിമിറ്റഡ് ഡാറ്റ പ്ലസ് ഹോൾസെയിൽ ഓപ്ഷൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളവിടെ ഒഫീഷ്യൽ വ്ളോഗ് എടുക്കുന്നതിനിടെ കൂടെ സിംഗിളായിട്ട് വ്ളോഗ് എടുത്ത് സൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വ്ളോഗിനിടയിലുള്ള വേറെ വ്ളോഗ്. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. സിം എടുത്ത് പിന്നെ നമ്മള് കറൻസി മാറ്റി, കറൻസി സിമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിരിക്കുകയാണ്. ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് ഗ്രാബ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഗ്രാബിൽ നമ്മളെ ഹോട്ടലിലേക്ക് നിൽക്കുകയാണ്. നമുക്ക് എയർപോർട്ടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടുന്ന് ബസ്സസ്, ഇന്റർനാഷണൽ സിറ്റിയിലേക്ക് പോകുന്ന ബസ്സസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ടാക്സീസ് കിട്ടും. പിന്നീട് ഇവിടുന്ന് ഞാനിപ്പം ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്, ഞാൻ ഗ്രാബ് ആപ്ലിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രാബിൽ ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ബസ്സിനൊക്കെ തന്നെ പോയാൽ മതി. അതിന്റെ ഹോട്ടൽസിനോട് ചോദിക്കുക, അവരുടെ വരാൻ വേണ്ടിയിട്ട് ഏത് ബസ്സാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മള് ഗ്രാബ് ബുക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. വിയറ്റ്നാമിനെ കുറിച്ച് കേട്ടപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ആളുകളെക്കാൾ കൂടുതൽ മോട്ടോർ ബൈക്കുകളുള്ള സ്ഥലമാണെന്നുള്ളത്. നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ തന്നെ കാണാം കംപ്ലീറ്റ് മോട്ടോർ ബൈക്സ്. നമ്മൾ വന്ന് ഗ്രാബ് വന്ന് ഇവിടെ ഇറങ്ങുന്ന അതാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ട ഹോട്ടൽ, ലിബർട്ടി ഹോട്ടൽ. എക്സാക്ട്ലി റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. സോ ഡിസ്ട്രിക്ട് 1 എപ്പോഴും ബുക്ക് ചെയ്യുന്നത് നല്ലത് ഹോച്ചിമിനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരുപാട് ഗ്രൂപ്പ് ടൂറിസ്റ്റും കാര്യങ്ങളും ഇവിടെ നിന്നാണ് പോവാ. ഇവിടെ തന്നെ അവരൊന്ന് പിക്ക് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മളിങ്ങനെ ഹോച്ചിമിൻ തെരുവിലൂടെ ധേരാഭാര നടക്കുകയാണ്. നമ്മളെ പ്രതീക്ഷിച്ചത് നല്ല മഴ പെയ്യുന്നൊക്കെ ആണെങ്കിലും ലേശം
പൊരിയുന്ന വെയിലാണ് ഇവിടെ ഉള്ളത്. രാവിലെ തന്നെ ഇപ്പം ആണ് എന്താ അറിയില്ല. ഇവിടുത്തെ ഒരു ഫേമസ് സാധനം തന്നെ ഉണ്ട് ഈ കരിക്കെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് ബെൻതൻ മാർക്കറ്റ് എത്താനായി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇളനിക്ക് അറൌണ്ട് 30 ആണ് പറയുന്നത്. ഇവിടുത്തെ പ്രൈസിങ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മള് വിയറ്റ്നാം വന്ന ഞങ്ങൾക്ക് വേറെ പ്രത്യേകത കാണാം. എല്ലാം ചെറിയ ചെയർസ് ആണ് ഉണ്ടാവുക. വളരെ ചെറിയ ചെയറിലാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ ആൾക്കാർ ചെറുതാണ്, ഹൈറ്റുള്ള ആൾക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ഫുഡിനോടുള്ള റെസ്പെക്റ്റൊന്നും പിന്നെ ഒരു അങ്ങനത്തെ വിശ്വാസം ഉണ്ട് അവർക്ക്. അതിനാണ് പോലെ ഒരു ചെറിയ ചെയർ ഇടുന്നത്. ആണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബെൻതാൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബെൻതാന്റെ ഏതോ ഒരു ചെറിയ എൻട്രൻസ് ആണ് നമ്മളിപ്പോ കയറുന്നത്. ഗേറ്റ് നമ്പർ 8 ആണ്. ചെറിയ സാധനങ്ങൾ കിട്ടും, ഡ്രസ്സസ് ഒക്കെ, കോപ്പീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് വീഡിയോസ് കണ്ടിട്ടുള്ളത്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനുള്ളിലൂടെ ഒരുപാട് നടക്കാനുണ്ട്. പർച്ചേസിനൊക്കെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇതാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ സ്കാം ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ക്യാഷിന്റെ കാര്യങ്ങൾ കൊടുത്ത് ഷെവില് പറയാം. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കണം. കളറ് നമ്മൾ കൊടുക്കുന്ന കളറും ഓരോ നോട്ടിനും ഓരോ കളർ ഉണ്ട്. ഇപ്പൊ 100,000 വേറെ കുറെ പൂജകളുണ്ട്, നമ്മൾ കൺഫ്യൂഷൻ ആവും. പിന്നെ ഇവരിവിടെ KL പറയാം. അതായത് 100,000 കുറെ പൂജ ഉണ്ട് പറയില്ല. 100K അല്ലെങ്കിൽ 10K 20K അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ 10 എന്നല്ല, അവരുടെ 10K എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ചെറിയ എമൗണ്ട് ആണ് സത്യത്തിൽ അത്. അപ്പോൾ അവർ പറയാതായിരിക്കും. അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്തിട്ട് വേണം സാധനങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചാടി കയറിയിട്ട് 380 എന്ന് പറയുമ്പോൾ 380 ഇവിടുത്തെ 380K ആണ് അവർ ഉദ്ദേശിക്കുന്നത്. What are you looking for? This one jackfruit? Durian. Bongrian. Jackfruit there. സ്മെൽ ഭയങ്കര രസമാട്ടോ. നമ്മള് ശരിക്കും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല നോക്കണം. നമ്മളെപ്പോഴും ഒരു നാടിനെ പൾസറാണെങ്കിൽ നമ്മൾ ഓരോ മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട്. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ ഒരുപാട് തരം ആൾക്കാരെ കാണാം. നല്ല ഒരുപാട് ക്യാബ്സ് കാര്യങ്ങളാണ്. ഞാനിതാ ഒരു ക്യാപ്പ് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെയാണ്. കാരണം അത്യാവശ്യം ചൂടുണ്ട്. ക്യാപ്പും കാര്യങ്ങളും ഇപ്പൊ നിർബന്ധമായിന്. അങ്ങനെ നമ്മള് ചെറിയ രീതിയിലൊരു പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് വരാണ്. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റേറ്റ് ആണ് ആദ്യം പറയാം. അതായത് നമ്മുടെ നാട്ടിൽ 2,000 ആ റേഞ്ച് പറയും. അപ്പൊ നമുക്ക് തന്നെ പെട്ടെന്ന് നമ്മളൊരു റേഞ്ചിലേക്ക് എത്തിക്കാൻ നോക്കും. അവസാനം നമ്മളൊരു 700 രൂപ കൈ വാങ്ങാം. എന്നാൽ പോലും നമുക്ക് നഷ്ടമാണ് സത്യം പറയാം. നമ്മള് കമ്പാരിറ്റീവ് ഓഫ് ദ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും കേട്ടോ. അപ്പൊ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും വരാണെങ്കിൽ ബെൻതാൻ മാർക്കറ്റ് ഹോച്ചിമിനിൽ എന്തായാലും ഡ്രൈ ഡിസ്ട്രിക്ട് 1 തന്നെയാണ്. നിങ്ങൾ ഏത് ഹോട്ടൽ എടുക്കുകയാണെങ്കിലും വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഫുൾ മസാജിന്റെ സ്ഥലങ്ങളാട്ടോ. ഫുഡ് മസാജ്, പിന്നെ ടൂർസ് ബുക്ക് ചെയ്യാം. ആരെങ്കിലും വിയറ്റ്നാമിലേക്ക് വരുമ്പം പള്ളി സൗകര്യങ്ങൾ വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹോച്ചിമിനിലേ ഉള്ളൂ കുറച്ചെങ്കിലും മുസ്ലിം കപ്പാസിറ്റി ഉള്ളൂ വിയറ്റ്നാമിലെ മൊത്തത്തിൽ. സോ നമ്മൾ അടിച്ച 2-3 പള്ളി കാണിക്കുന്നുണ്ട്. ഈ അൽറഹിം മോസ്കിലാണ് ഞാൻ വന്നത്. ഇവിടെ ലേഡീസ് സൗകര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നല്ല സൗകര്യം കാര്യങ്ങളുള്ള പള്ളിയാണ്. നല്ല വൃത്തിയുണ്ട്, സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫുള്ളി ഇവിടുത്തെ ഈദ് നമ്മൾ ഈ വിയറ്റ്നാമിലായിരിക്കും മിക്കവാറും ആഘോഷിക്കുന്നത്. ഇവിടെ 6th നമ്മൾ ഇവിടെ ഉള്ളത്. ഇതിന്റെ റീസൺ എന്താണെന്നല്ല നമ്മൾ പിന്നീട് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഹോച്ചിമിനിൽ തന്നെ വീണ്ടും വരുന്നത് എന്നുള്ളത്. സോ ഹോച്ചിമിന്റെ പുറത്ത് നമുക്കിപ്പോൾ നമ്മൾ ടൂർ കമ്പനി വരാറായി. Tuan, ST Travels. ഹായ്. Hello. Hi guys. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മള് പോകുന്നത് കൂച്ചിട്ടാണല്ലേക്കാണ്. അതായത് അവിടത്തെ ഹിസ്റ്ററി കറക്റ്റ് പറഞ്ഞത് വിയറ്റ്നാം US ഉണ്ടായിരുന്ന സമയത്ത് US അടക്കുന്ന സമയത്ത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിട്ടാണ് കൂച്ചി ടണൽ എന്ന് പറയുന്നത്. ആ തുരങ്കത്തിന് പറയുന്നവരാണ്. സോ അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. നമ്മുടെ ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ശരിക്കും 2 ടൂറുണ്ട്. രാവിലെ എയർക്കാണ് അധിക ടൂർ സ്റ്റാർട്ട് ചെയ്യുക. ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തും. പക്ഷെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന എടുക്കാതിരിക്കുക. കാരണം എയർപോർട്ടിന് പുറത്തെത്തും നമ്മളേക്ക് ആ സമയം കഴിഞ്ഞു 8:30 നമ്മളേക്ക് ടൂർ പോയി പോകും. അപ്പോൾ ഉച്ചക്കത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം ക്ലൈമറ്റ് വലിയ മോശമില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 6 മണിയാകുമ്പോൾ നമ്മളെ തിരിച്ചെത്തും. സോ നമ്മൾ ഈ പോകുന്നത് വാനിലാണ്. ഇതിനിപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് $15 കൊടുത്തിരിക്കുന്നത്. ഇവരുടെ 390,000 വിയറ്റ്നാമീസ് ലോങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 പേർക്കും കൂടി $30. ഒരു ഗൈഡ് ഉണ്ട്, പ്രോപ്പർ കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ശരിയാണ് നമുക്കൊന്നും മനസ്സിലാവും. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് നമ്മുടെ കൂച്ചി ടണലിൽ എത്തിയിരിക്കുകയാണ്. സോ എക്സൈറ്റഡ് ടു ഗോ ത്രൂ വാട്ട് ദ വിയറ്റ്നാമീസ് പീപ്പിൾ ഹാഡ് ഗോൺ ത്രൂ അറ്റ് ദാറ്റ് ടൈം അഗൈൻസ്റ്റ് ദി US ആർമി. സോ അവരുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെയാണ് ടിക്കറ്റിംഗ് കൗണ്ടർ. 125 ആണ് ടിക്കറ്റിന് വരുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ഷുവർ ഇവിടെ ഗൈഡ്സിന് കിട്ടുമോ കാര്യങ്ങളെന്നുള്ളത് അറിയില്ല കറക്റ്റായിട്ട്.
ചിലപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഗൈഡ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെ അത്യാവശ്യം കുറച്ച് ഓടി വരാനുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഒരു ഗ്രൂപ്പ് ടൂർ ആയിട്ട് വരുന്നതാണ് നല്ലത്. അപ്പൊ അവരുടെ വാനിൽ കയറി ഇരുന്ന് നമുക്കിവിടെ വന്ന് കണ്ടിട്ട് പോവാം. പൊതുവെ ടൂർ പാക്കേജസിന്റെ ഐറ്റിനറീസ് ഒന്നും ഇത് കാണാറില്ല. ബട്ട് ഇഫ് യു ഹാവ് ടൈം ഒന്ന് കണ്ടു നോക്കുന്നൊക്കെ നല്ലതാണ്. ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങൾ അത്യാവശ്യം അത്രയും പേരുടെ ഒരു ക്രൂഷ്യൽ ഹിസ്റ്ററിയാണ്. നമ്മൾ അവിടുന്ന് ടിക്കറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളിവിടുന്ന് അവർ വാങ്ങുന്ന 380 എന്ന് പറഞ്ഞ ചാർജിൽ ഓൾറെഡി 124 ടിക്കറ്റ്സിന് തന്നെ പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി വരുന്ന സമയത്ത് ഇതൊരു റീസണബിൾ പ്രൈസ് ആണ്. വലിയൊരു ഹൈ റേഞ്ച് ഒന്നും പറയാനില്ല. Ladies and gentlemen, welcome to the Gucci channels. And before going to the product over there, know some information about the map and the model of the channel first. So you can see the map here. So this is the Gucci district. കൂച്ചി ടണൽ വിയറ്റ്നാമിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഗൊറില്ല പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവരുടെ ഒരു ഓർമ്മ പുതുക്കലും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സാധനമാണ് ഈ കൂച്ചി ടണൽ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് 5 കൂച്ചി ഡിസ്ട്രിക്റ്റിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ് കൂച്ചി ടണൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറതും ടിക്കറ്റ് എടുത്തതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്വല്പം ചരിത്രത്തിലേക്ക് കടക്കാം. 1940കളിൽ ഇവിടെ ഫ്രഞ്ച് ഭരണകാലത്താണ് ഇവർ ചെറുതായിട്ട് തന്നെ ഈ ഒരു ടണൽ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 50-60 കാലഘട്ടങ്ങളിലേക്ക് ഫ്രഞ്ചിന് ശേഷം പിന്നീട് ജപ്പാനീസ് അതിനുശേഷം യു എസ് അധിനിവേശം ഉണ്ടായിരുന്നു. ഈ ഏഷ്യയിൽ നിലയുറപ്പിക്കാൻ വേണ്ടി US ആർമി വിയറ്റ്നാമിലേക്ക് വന്ന സമയത്ത് വിയറ്റ്നാം ആളുകൾ ഇവിടെ വന്നിട്ട് ഇവർ ഈ ടണൽ പോരാട്ടത്തിലൂടെയാണ് ഇവർ ഈ US കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അവർ പിന്നീട് ആ 50-60 കാലഘട്ടത്തിലാണ് ഈ ടണൽ ഒരുപാട് വികസിപ്പിച്ചത്. ടണലിൽ ഒരുപാട് ആയം കൂട്ടുകയും ടണലിലേക്ക് ഒരുപാട് ആളുകൾ വരികയും വലിയ രീതിയിൽ ടണലിൽ അവർ യുദ്ധം നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്തായിരുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആദ്യം കാണിച്ചു തന്നത് ഇവിടെ നിലനിൽക്കുന്ന മാപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂച്ചിയെ പറ്റിയിട്ടുള്ളത്. US ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. അതിനുശേഷം നമുക്ക് അവർ കാണിച്ചു തരുന്നത് ഈ ഒരു ബങ്കറിനെ പറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ മണ്ണിനടിയിൽ 10 മീറ്ററോളം ആഴത്തിലായിരുന്നു അവർ അന്ന് ടണൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഓരോരോ പ്രത്യേക ലെവലുകളുണ്ട്. അവരതിനകത്ത് തന്നെ മീറ്റിംഗ് ബങ്കർ, ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ, ആയുധങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് പല ബങ്കറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അവർ ഓരോ ലെവലിലേക്ക് US ആർമി ബോംബിടുന്ന സമയത്ത് ഓരോ ലെവൽ താഴോട്ട് പോയി ഒളിക്കാനുള്ള സ്ഥലങ്ങളും, അതുപോലെ ഇത്രയും താഴെ താമസിക്കുമ്പോൾ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു എയർ ഹോൾ വരെയുള്ള ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ മുന്നേറിയതൊക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. കാടിനുള്ളിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് ഒരുപാട് ഇവരുടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അവർ ഉപയോഗിച്ചിരുന്ന ഓരോ മുറകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് തന്നെ അവരൊരു കിടങ്ങ് സൃഷ്ടിച്ചിട്ട് മുകളിൽ അതുപോലെ തന്നെ പച്ചയില കൊണ്ട് മൂടി വെച്ചതാണ്. അപ്പോൾ ആളുകൾ US ആർമിയുടെ അവർ നടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരിതിൽ ചവിട്ടുകയും മറിഞ്ഞ് നേരെ വിഷം തേച്ച് വെച്ചിരിക്കുന്ന മുളകൾക്ക് മുകളിലേക്ക് വീഴും, അവർക്ക് പരിക്ക് പറ്റുകയും ചെയ്യും. പിന്നീടാണ് ഇവർ ടണലിലേക്ക് ഇറങ്ങുന്നൊരു വഴി കാണിച്ചു തരുന്നത്. ഇത് നമുക്കൊരു ബങ്കർ എന്ന് പറയുന്ന സാധനമാണ്. ഇതിനകത്ത് നമുക്ക് ഇറങ്ങിയിട്ട് ഈ കരിയിലകൾ മൂടി വെച്ചിട്ട് അത് വെച്ചിട്ട് മൂടുകയാണ് ചെയ്യുക. ഗൈഡ് കാണിച്ചതിന് പിറകെ ഒരു ആവേശത്തിൽ ഞാനും ഒന്ന് ഇറങ്ങി നോക്കിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നത്. സോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വളരെ ഒരാൾക്ക് ഇറങ്ങി പോകാവുന്നൊരു മാത്രമേ ഇതിനകത്തുള്ളൂ. ആ ഒരു വീതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാനൊന്ന് ഇറങ്ങി നോക്കിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഓരോ കാടിനുള്ളിലേക്ക് പോകുമ്പോഴും അന്നത്തെ കാലത്ത് അവരെങ്ങനെയൊക്കെ പോരാടി എന്നുള്ളതിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ കണ്ടെത്തിയ ഓരോ വഴികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആൾക്കാരെ മരിച്ചിട്ടുണ്ടല്ലോ. ഇതുവഴി അവര് എലികളെ ഇറക്കി വിട്ടിട്ടും ടിയർ ഗ്യാസ് ഇട്ടിട്ടും US ആർമി ശ്രമിച്ചു നോക്കി. പക്ഷെ ഫുൾ സ്പൈസസിന് ഇറക്കിയിട്ട് ഫുള്ള് സിഗ്സാഗ് മോഡലാണ് അവർ ടണൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിപരമായ നീക്കമായിരുന്നു. അതുകൊണ്ട് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നീട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ വേഷവിധാനങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റി. ഒരു തോർത്തുകൊണ്ടൊക്കെ ഇത്രയും ഉപയോഗം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും അവർ ചെറിയൊരു ടണലിനകത്ത് അവർ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ വസ്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു തോർത്തുകൊണ്ട് പോലും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മളെ ഗൈഡ് കാണിച്ചു തരുന്നത് ഇതുകൊണ്ട് അവർക്ക് ആളുകളുടെ കൈ കെട്ടിയിടാം, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പറ്റുമായിരുന്നു. പിന്നീട് ഇതിനകത്തായിരുന്നു ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിരുന്നത്. പിന്നെ കിടങ്ങ് വഹിക്കുന്ന സമയത്ത് വേറെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിൽ നല്ലൊരു എക്സ്പ്ലനേഷനാണ് നമ്മളെ ഗൈഡ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവർ എയർ വെന്റിലേഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഹോൾസും അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് US ആർമി നായകളെ ഉപയോഗിച്ചതും അവരിത് മണത്തറിഞ്ഞത്. പിന്നീട് അവർ നായകൾ മണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുളക് പൊടി വിതറുന്നതൊക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ കൗതുകം ഉണർത്തുന്ന അന്നത്തെ കാലത്തുള്ള ഒരുപാട് രീതികൾ നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് അവർ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ട്രാപ്പുകളും അവർ കാണിച്ചു തന്നു. ഈ നമ്മൾ പലതരത്തിലുള്ള ട്രാപ്പുകളുണ്ട്. ഫിഷ് ട്രാപ്പ് എന്ന് പറയുന്നതും അങ്ങനെ ഒരുപാട് കിടങ്ങുകൾ, പലതരത്തിലുള്ള കിടങ്ങുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. US ആർമിയുടെ ആളുകൾ കാടിനുള്ളിൽ കയറി
നോക്കിയാൽ തന്നെ ഇവർക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കിടങ്ങുകളും കാര്യങ്ങളൊക്കെ അവരോട് ഇതിൻ്റെ അകത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ വേഷങ്ങൾ കണ്ടതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ ഇവിടെ ഇപ്പോഴും അവരുണ്ടാക്കുന്നുണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ടയറിൻ്റെ റബ്ബർ കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. അത് വിചിത്ര രീതിയിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചാണ് കേട്ടോ നമ്മൾ ചെരുപ്പിടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. കാരണം കാൽപ്പാടുകളുടെ അടയാളങ്ങൾ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടും ആർമി ഫോളോ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. 100 ഓട്ട മത്സരമല്ല, 100 മീറ്റർ അതായത് നമുക്ക് ഇതിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് പോകട്ടാണല്ലോ. നമുക്ക് 20 മീറ്റർ ആണ് അവിടെ പൊന്താ, 40 അവിടെ പൊന്താ, അങ്ങനെയാണ് കണക്ക്. സോ എക്സൈറ്റഡ് ടു ഗോ ഇൻസൈഡ് ദ ടണൽ. പിന്നീട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഭാഷം വന്നു നമുക്ക് ടണലിനുള്ളിലേക്ക് ഇറങ്ങാമെന്നുള്ളതിൽ ആവേശത്തിൽ ഞങ്ങൾ ആദ്യം 100 മീറ്റർ വരെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പക്ഷേ അത്രയൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിവർന്ന് നിൽക്കാൻ പോലും പറ്റില്ല ഈ ടണലിനുള്ള. നമ്മളിങ്ങനെ കുനിഞ്ഞു നമ്മുടെ മുമ്പിൽ ഇയാൾ പോകുന്നത് പോലെ നമ്മൾ പോകണം. അപ്പോൾ 60 മീറ്റർ വരെ ഞങ്ങളെ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് നീങ്ങി ഇറങ്ങിയൊക്കെ പോകണം. അത്രയും ചെറുതാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ പിന്നീട് 60 മീറ്റർ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു 100 മീറ്റർ കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്ഥലം. ഞാൻ 60 മീറ്റർ വരെ ചെയ്തു. ഞങ്ങൾ രണ്ടാണ് മാത്രമേ 60 മീറ്റർ ചെയ്തുള്ളൂ, ഒരെണ്ണം ചെയ്തില്ല. ഒരു രക്ഷയില്ല, മാറ എക്സ്പീരിയൻസ് ചെയ്യുന്നേ. അതുപോലെ തന്നെ അവരെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവർ ആകെ 2 പ്രാവശ്യമാണ് ഭക്ഷണം ഉണ്ടാക്കുക, മിഡ് നൈറ്റിലും അതുപോലെ തന്നെ നമ്മൾ വളരെ ഏർലി മോർണിംഗ് ആയിട്ടുള്ള സമയത്തും. കാരണം പുക വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആർമിക്ക് മനസ്സിലാവും എവിടെയാണ് ആളുകളെന്ന്. അവരവിടെ ബോംബിടും അല്ലെങ്കിൽ ഗ്രനേഡ് പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ അവർ കിച്ചൺ ഉണ്ടാക്കിയിരുന്നതിൽ നിന്ന് പുകക്കുഴൽ ഒരുപാട് ടണലുകളായിട്ട് സൃഷ്ടിച്ച് പുക വരെ ഒരുപാട് അപ്പുറത്തായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് കൃത്യമായ ഏരിയ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ടെക്നോളജി പോലും ഇല്ലാത്ത കാലത്താണ് അവർ ഈ ഒരു പോരാട്ടം നടത്തിയതും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. പിന്നീട് അന്നത്തെ കാലത്ത് അവർ കഴിച്ചിരുന്നത് ആക്ച്വലി ഒരു കപ്പയും അതുപോലെ തന്നെ ചായയുമാണ്. അതായത് നമുക്ക് അവർ ഈ പാക്കേജിൽ തന്നെ അവർ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും അന്നത്തെ ആ സെയിം ഫുഡ് തന്നെ. സോ എല്ലാം കൊണ്ടും നമുക്ക് കൊച്ചി ടണൽ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു ഹിസ്റ്ററി അറിയാൻ പറ്റി. വെറുതെ ഒരു ഹിസ്റ്ററി കേൾക്കുന്നതിനപ്പുറം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വരണം. ഒരു ഹാഫ് ഡേ ടൂർ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാണ് നമുക്ക് AK-40 പക്ഷെ വെടിവെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ 2 കോസ്റ്റ്ലി ആണ്. 60K ആണ് ഒരു ബുള്ളറ്റിന്. ഇങ്ങനത്തെ 10 ബുള്ളറ്റ് മിനിമം വാങ്ങിക്കണം AK-40. ഇനി ആണെങ്കിൽ M60 മെഷീൻ ഗണ്ണാണെങ്കിൽ ഇത്രയൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ചെറിയൊരു എമൗണ്ട് അല്ല. 6,50,000 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വന്ന് ഏകദേശം $20 അതിന്റെ മേലെ വന്നു. 2,000 ഇന്ത്യൻ രൂപേനെ മേലെ വരും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കൊടുത്താലാണ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റുക. ഇവിടുന്ന് ബുള്ളറ്റ് എടുക്കാം, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷൂട്ട്. അത്രയും ക്രേസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യാം. I'm not at all interested to spend that much. I don't think it's that worth. So നിങ്ങൾക്ക് താല്പര്യം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഏരിയയാണ്. ബന്നി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ നടക്കാണ്. അപ്പൊ നമ്മളിവിടെ ഫേമസ് ആയിട്ടുള്ള ബന്നി എന്ന് പറയുന്ന സാധനം കഴിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ ട്രഡീഷണൽ ഫുഡാണിത്. പോർക്കും ചിക്കനിലൊക്കെ അവൈലബിൾ ആണ്. ചോദിച്ചിട്ട് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് കഴിക്കാം. ഓക്കെ, നല്ല മഴ പെയ്തിട്ട് അതിന്റെ ഇടയിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടൊരു മഴ കൊണ്ട് പെയ്ത് കണ്ടായി. ഇനിയിപ്പോ അവിടുത്തെ വെതർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചവർ ഇതാണ്. അൺപ്രഡിക്റ്റബിൾ ആണ്. ജൂൺ ശരിക്കും മഴയുള്ള സമയമാണ്. ചിലപ്പോൾ രാവിലെ പെയ്യും, ചിലപ്പോൾ രാത്രി പെയ്യും. അങ്ങനെ ഇതാണ് വിയറ്റ്നാം. നമ്മളിവിടെ എന്ത് കഴിക്കാൻ വന്നാണ് അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടി കയറിയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാ ആൾക്കാരും തന്നെ കഴിക്കുന്നത്. അവര് കഴിക്കുന്നതാണ്. അതായത് ഇത് ബീഫിന്റെ ഷാപ്സ്, ബീഫ് സ്ലിപ്സ്, അങ്ങനെ ഇത് മിക്സ് ആണ് ഇത് മൂന്നിനെ കൂടി. പിന്നെ നമുക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അപ്പോൾ ആള് പറഞ്ഞത് നോർമലി ഇങ്ങനെ ബൗളിലുണ്ടാവാം, മറ്റേത് ഈ കല്ലിലിട്ട പോലെ നമുക്ക് ഇങ്ങനെ ചൂടായി കഴിക്കാം. അപ്പൊ അതാണ് ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ട്രൈ. ഞങ്ങൾ രണ്ടും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാണ്, നല്ല തിരക്കാറുണ്ട്. എല്ലാവരും വന്ന് ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടുത്തെ ഫേമസ് ഷോപ്പാണ്. അതായി ഐറ്റം നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാണ്. ഇതാണ് വിയറ്റ്നാമിസ് പരിപാടിയാണല്ലോ. ഓ ശരി, ക്യാമറ എടുക്കുന്നില്ലേ? ഇങ്ങനെ ഈ സാധനം
ഇതുപോലെ ആയി വരുന്നത് അപ്പൊ അതാണ് ഇത് നമ്മള് കുറച്ച് നമുക്ക് തന്നെ കുക്ക് ചെയ്ത് ഫ്രഷ് പോലെ ഉണ്ടാവും. ഇത് നല്ല ചൂട് കല്ലാട്ടോ ഇതിന്റെ മുകളിലായി ഇട്ടിരിക്കണേ. ഹൈപ്പിനുള്ളതുണ്ടോ? ബാക്കി നമ്മള് കഴിച്ചു നോക്കിട്ട് പറയാം. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മള് കഴിച്ചിറങ്ങി. എന്തെങ്കിലും അതൊന്ന് ചോദിച്ചിട്ട് ചൂട് വേണം, ചൂടോടെ കഴിക്കാനേ അടിപൊളി. ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം അതിന് കൊള്ളാമെന്ന് പറഞ്ഞത് കാരണം അത് ചട്ടിയിൽ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റും. നല്ല സൂപ്പാണ്, അടിപൊളി. പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കരമാണ്, നമുക്കത് കഴിച്ചു പരിചയമില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓൾമോസ്റ്റ് വയറ് ഫുൾ ആയിക്കണേ. അവൾക്ക് കുറച്ച് വയ്യാത്തോണ്ട് അങ്ങനെ കഴിച്ചിട്ടുമില്ല. 1,50,000 എനിക്കായത്. ഇവിടെ 80,000 ആൾക്ക് 1,90,000 ആയി പ്രൈസ് വന്നത്. ഇറ്റ്സ് ഓക്കെ. ഇവിടുത്തെ റേറ്റ് ആണ്. ഇവിടുത്തെ മെയിൻ റെസ്റ്റോറന്റ് ആണ് കേട്ടോ പോയി വിയറ്റ്നാം. മോഡ് സ്പിരിറ്റ് പോയി. Guys, this is literally ഹറാമിന്റെ നഗരം. You can say. എന്താ നിൻസക്ക് എന്താ പറയാനുള്ളത്? ബോൾബൻ സ്ട്രീറ്റ് കണ്ടതിന് ശേഷം കണ്ണ് തള്ളി പോയിരിക്കുകയാണ് നിൻസന്റെ. ഒറ്റക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും നിങ്ങളെ ഹസ്ബൻഡ്സിന് ഒരിക്കലും പറഞ്ഞേക്കരുത് കേട്ടോ. എന്താ പറയാനുള്ളത്? ഞാൻ ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കി ഇപ്പൊ എത്ര പഠിച്ചവനെ എന്തെങ്കിലും ഇതൊക്കെ അന്റെ പോയി വീട്ടിൽ പോയി കിടന്നു പറഞ്ഞു വേറെതാ.